ഗായ്സ്. ഹായ് ഫ്രണ്ട്സ്, ഞങ്ങൾ വെക്കേഷൻ ആയതുകൊണ്ട് ഞങ്ങൾ പപ്പയുടെ അടുത്തോട്ടാണ് വന്നിട്ടുള്ളത്. ഒരു വീഡിയോ മുന്നിട്ടിട്ടുണ്ടായിരുന്നു. ഞങ്ങളിപ്പം ദുബായിലാണ്. പപ്പ വർക്ക് ചെയ്യുന്നത് UAE ഫുജറയിലാണ്. അപ്പം വന്നതിൻ്റെ കുറച്ച് ക്ലൈമറ്റ് ചേഞ്ചിൻ്റെ കാര്യം കൊണ്ട് ഞങ്ങൾക്ക് പനിയും ജലദോഷമൊക്കെ ആയിരുന്നു. അതുകൊണ്ടാണ് കുറച്ച് ദിവസം വീഡിയോ ഒന്നും ഇടാത്തത്. ഞങ്ങൾ രണ്ടുപേരും കൂടി ഇവിടെ അടുത്തൊരു ഷോപ്പിലോട്ട് പോവുകയാണ്. അപ്പം അവിടെ പോയിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ ഒന്ന് കണ്ടാലോ. അപ്പം ഞങ്ങൾ താമസിക്കുന്ന റൂം മുകളിൽ ആണ്, രണ്ടാമത്തെ നിലയാണ്. അപ്പോൾ ലിഫ്റ്റിൽ കയറി ഞങ്ങൾ നേരെ താഴോട്ട് ഇറങ്ങിയിട്ട് ഞങ്ങളൊന്ന് നടന്നു പോകുന്നതാണ് വിചാരിച്ചത്. കുറച്ച് ദൂരമുണ്ട്, എന്നാലും ഒന്ന് നടക്കുകയൊക്കെ ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് നടന്നു പോവാണ്. ഇതൊക്കെയാണ് ഞങ്ങളുടെ റൂമിൻ്റെ ഫ്രണ്ടിലുള്ള കാഴ്ചകൾ. അപ്പം ഏഞ്ചും അങ്ങനെ നടക്കുവാണ്. ഇപ്പോൾ ഇവിടെ കവർ നിരോധിച്ചിട്ടുണ്ട്. നേരത്തെയൊക്കെ കവർ കൊടുക്കുമായിരുന്നു, ഇപ്പോൾ കവർ നിരോധിച്ചു. അതുകൊണ്ട് ഏഞ്ചും ഒരു കവറും കൂടെ കയ്യിൽ പിടിച്ചിട്ടുണ്ട്. അപ്പം ഞങ്ങളിവിടുത്തെ കാഴ്ചകളൊക്കെ കണ്ട് ഇങ്ങനെ നടക്കുവാണ്. ഒരു 1.5 കിലോമീറ്റർ ഉണ്ട് നടക്കാനായിട്ട്. ഞങ്ങളിപ്പോൾ ഫുജറയിൽ ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. UAE ഞങ്ങൾ 5 പ്രാവശ്യത്തിൽ കൂടുതലായിട്ട് വരാൻ തുടങ്ങിയിട്ട്. ഫുജറയിൽ പപ്പയ്ക്ക് സ്ഥലം മാറ്റം കിട്ടിയിട്ട് ഇത് 3ാമത്തെ പ്രാവശ്യമാണ് വരുന്നുണ്ട്. അതുകൊണ്ട് സ്ഥലങ്ങളൊക്കെ അറിയാൻ കുറേയൊക്കെ. ഞങ്ങളൊന്ന് നടന്ന് ഷോപ്പിലോട്ട് പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ ഷോപ്പ് എത്തിയിട്ടുണ്ട്. ഇതാണ് 1 to 20 എന്നാണ് ഈ ഷോപ്പിൻ്റെ പേര്. ഇവിടെ വന്നു കഴിഞ്ഞാലായിട്ട് എല്ലാ സാധനങ്ങളും, ഒരു ഫാമിലിക്ക് വേണ്ടിയിട്ടുള്ള എല്ലാ സാധനങ്ങളും ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാം. അപ്പോഴേ ഇവിടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ വെറൈറ്റി ഓഫ് സംഭവങ്ങളാണ് ഉള്ളത്. ഈ കോസ്മെറ്റിക്സിൻ്റെ സെക്ഷനാണ്. എന്ത് വേണമെങ്കിലും ഇവിടെ ആവശ്യത്തിനധികം സാധനങ്ങൾ നമുക്ക് കിട്ടും. ഇതൊക്കെ കോസ്മെറ്റിക്, മേക്കപ്പ് സെറ്റ്, ഇത് കുട്ടികളുടെ ബണ്ണ്, ക്ലിപ്പ്, അങ്ങനെയുള്ള ആവശ്യാനുസരണം വെറൈറ്റി ഓഫ് സാധനങ്ങൾ നമുക്ക് ഇവിടെ നിന്ന് പർച്ചേസ് ചെയ്യാൻ പറ്റും. നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ഏതെടുക്കണം എന്നുള്ളൊരു കൺഫ്യൂഷൻ നമുക്കുണ്ടാവും. അത്രമേൽ സാധനങ്ങളാണ് ഇവിടെ നമുക്കുള്ളത്. ഇത് കുട്ടികളുടെ ക്രാഫ്റ്റ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ്. അങ്ങനെ ഇത് പഠന ആവശ്യത്തിനുള്ള എല്ലാ തരം സാധനങ്ങളും ഇവിടെ ഉണ്ട്. ഇത് കുട്ടികളുടെ കളിക്കുന്ന ക്ലേ ഐറ്റംസ്, സാൻഡിൽസ്, അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് സാധനങ്ങൾ. വെറൈറ്റി എന്ന് വെച്ചാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തതിനനുസരിച്ചുള്ള വെറൈറ്റി സാധനങ്ങളാണ് ഇവിടെ ഉള്ളത്. അതിനൊക്കെ 5 dirhams, 8 dirhams, 10 dirhams അങ്ങനെയാണ്. ഏഞ്ച് 1-2 സാധനമൊക്കെ എടുത്തിട്ടുണ്ട്. ഇതൊരു മാഗ്നറ്റ് പോലെയുള്ള നമ്മുടെ ദുബായിലുള്ള ചില സ്ഥലങ്ങളുടെയും ചില ഇതിൻ്റെയൊക്കെ മാഗ്നറ്റ് രൂപത്തിലുള്ളതാണ്. നമുക്ക് ഫ്രിഡ്ജിലും അവിടെയൊക്കെ ഒട്ടിച്ച് വെക്കാൻ പറ്റുന്നത്. ഇതൊക്കെ ടോയ് സെക്ഷനാണ്. കുട്ടികളുടെ ലോലോ, ബോൾ പോലത്തെ കളിപ്പാട്ടങ്ങളും അങ്ങനെയുള്ള സാധനങ്ങളും. ഇതൊക്കെ ടോയ് സെക്ഷനാണ് കുട്ടികളുടെ. കുഞ്ഞു കുട്ടികൾ മുതൽ ഒരു 10 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് വേണ്ടി കളിക്കാനുള്ള ടോയ്സ് ഇവിടെ ഉണ്ട്. വെറൈറ്റി ടൈപ്സാണുള്ളത്. നാട്ടിൽ പോകുന്ന ആൾക്കാർ എനിക്ക് തോന്നുന്നു ഏറ്റവും കൂടുതൽ ഇവിടെ നിന്നാണ് പർച്ചേസ് ചെയ്യുന്നത്. ഇതൊക്കെ സോഫ്റ്റ് ടോയ്സാണ്. കണ്ടാൽ നല്ല ഭംഗിയുള്ള ബ്യൂട്ടിഫുള്ളായിട്ടുള്ള സോഫ്റ്റ് ടോയ്സിൻ്റെ കളക്ഷൻസാണ് ഇതൊക്കെ. ഗേൾസിൻ്റെതാണ്, ഡോള് പോലത്തെ ഉള്ളത്. ഇതെനിക്കൊരു വെറൈറ്റി ആയിട്ട് തോന്നി. ഒരു ട്രോളി പോലത്തെ ഒരു കളിപ്പാട്ടം. ബോയ്സിനാണെങ്കിൽ സ്പൈഡർമാൻ്റെത്, ഗേൾസിനാണെങ്കിൽ ഇതൊക്കെ ഓരോ കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ക്യാരക്ടേഴ്സാണ്. പിന്നെ പെന്ന്, കളർ പെൻസില്, ഇതൊക്കെ പല വെറൈറ്റി. 1-2 അല്ല, ഒരു നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത വെറൈറ്റി വലിയ ഷോപ്പാണ് ഇതൊക്കെ. ഇവിടെ നിന്നാണ് ആൾക്കാർ പർച്ചേസ് ചെയ്യുന്ന, നാട്ടിൽ പോകാനും അങ്ങനെയൊക്കെ ആയിട്ട് പർച്ചേസ് ചെയ്ത് വരുന്നത്. ഇവിടെയൊക്കെ ഇറങ്ങി കുറേ നാൾ കഴിയുമ്പോഴത്തേക്കാണ് പല സാധനങ്ങൾ നമ്മുടെ നാട്ടിലോട്ട് നമുക്കിത് കാണാൻ പറ്റുന്നത്. ഇതൊക്കെ മുട്ടായിയുടെയൊക്കെ സെക്ഷനാണ്. മാഷ്മെല്ലോ അങ്ങനെയൊക്കെ ഉള്ള മുട്ടായിസ്, ഇതൊക്കെ മുട്ടായിയുടെ സെക്ഷനാണ്. ഒത്തിരി വെറൈറ്റീസ് ആയിട്ടുള്ള ചോക്ലേറ്റ്, മുട്ടായി, കുട്ടികൾക്ക് ഇഷ്ടപ്പെട്ട തരത്തിലുള്ള ഇതൊക്കെ UAEയുടെ ഓരോ ബിൽഡിങ്സിൻ്റെ ഇതാണ്. നമ്മൾ ഇതിലൊക്കെ വെക്കുന്ന തരത്തിൽ ഓഫീസിലും വീട്ടിലുമൊക്കെ ഷോക്കേസിലൊക്കെ വെക്കുന്ന പോലത്തെ ഉള്ള ഓരോ കാര്യങ്ങൾ. ഏഞ്ച് ഇപ്പോൾ എടുത്തിരിക്കുന്ന ഈ ഇടയായിട്ട് ഇപ്പോൾ ദുബായിൽ പുതിയതായിട്ട് വന്ന ഫ്യൂച്ചർ, അതിൻ്റെ ഒരു ഇതാണ് എടുത്ത് വെച്ചിരിക്കുന്നത്. ഇത് കുട്ടികൾക്ക് യൂസ്ഫുള്ളായിട്ടുള്ള ഈ മാലയുടെയും വള്ളിയുടെയൊക്കെ സെറ്റാണ്. ഇത് നമ്മുടെ വീട്ടിലാവശ്യമുള്ള ഓരോ പാത്രങ്ങളും ഗ്ലാസ് സെറ്റുകളൊക്കെയാണ്. കാണാൻ നല്ല ഭംഗിയാണ്, നമ്മൾ വാങ്ങിച്ചു പോകും.
ഇത് ഞാൻ നാട്ടിലും കണ്ടിട്ടുണ്ട്. വെറൈറ്റി ആയിട്ടുള്ള ഗ്ലാസിൻ്റെ ഉള്ളിൽ വെള്ളം കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ ദേഹത്ത് വീഴുമ്പോൾ തോന്നും. ഏഞ്ച് 2 ടോയ്സും ഒരു ഗ്ലാസ് ആണ് വാങ്ങിച്ചത്. ഇതൊക്കെ പണ്ടത്തെ നമ്മൾ കളിക്കുന്ന ടോയ്സാണ്. എല്ലാം കൂടി എത്ര 21 ദറംസിൻ്റെ സാധനമാണ് ഏഞ്ച് വാങ്ങിച്ചത്. നമ്മൾ പണ്ട് കളിക്കുന്ന കളിപ്പാട്ടമാണ്. അതിപ്പോൾ ഡിജിറ്റലൈസ്ഡ് ചെയ്തതുപോലെയാണ്. ആ ബില്ലടിക്കാനായിട്ട് നേരെ പോയി ബില്ലടിച്ചു, സാധനമൊക്കെ വാങ്ങിച്ചു. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് നടന്നു വന്നതുകൊണ്ട് അങ്ങോട്ട് തിരിച്ച് ഞങ്ങൾ ടാക്സിയിലോട്ടാണ് പോകുന്നത്. ഞങ്ങൾ രണ്ടുപേരും കൂടെ പുറത്തോട്ട് ഇറങ്ങി. അപ്പോഴത്തേക്കും ഒരു ടാക്സി വന്നു. അപ്പോൾ അതിൽ കയറി ഞങ്ങൾ നേരെ റൂമിലോട്ടല്ല, പപ്പയുടെ ഷോപ്പിലോട്ട്. ഞങ്ങളുടെ റൂമിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഷോപ്പുള്ളത്. പപ്പ വർക്ക് ചെയ്യുന്ന എവിടെയാണെന്ന് ഞങ്ങൾ പറഞ്ഞില്ല അല്ലേ. ലുലു ഹൈപ്പർ മാർക്കറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പം നേരെ ഞങ്ങൾ ലുലു ഹൈപ്പർ മാർക്കറ്റിലോട്ടാണ് ടാക്സിയിൽ കയറി പോകുന്നത്. അപ്പം ഇത് പോകുന്ന വഴിക്കുള്ള കാഴ്ചകളാണ്. ഇതൊരു പള്ളിയാണ്. ഇത് ഇങ്ങനെ ചുറ്റിക്കറങ്ങി വരണം. എവിടെ നിന്ന് നോക്കിയാലും ഈ പള്ളിയുടെ വ്യൂ കാണാം. അങ്ങനെയാണ് ഈ പള്ളി കൺസ്ട്രക്റ്റ് ചെയ്തിരിക്കുന്നത്. ഇവിടെ ഇതിൻ്റെ ചുറ്റും എല്ലാവരും ആൾക്കാർ വൈകിട്ടൊക്കെ നടക്കാനായിട്ടൊക്കെ പോകും. അപ്പം ലുലു മാൾ എത്തിയിട്ടുണ്ട്. ഞങ്ങൾ നേരെ പപ്പയുടെ അടുത്തോട്ടാണ് പോയത്. പിന്നെ ഞങ്ങൾ ഇവിടെ ഒന്ന് കറങ്ങിയിട്ട് പിന്നെ നേരെ റൂമിലോട്ട് പോകും. അപ്പോൾ പപ്പയുടെ സെക്ഷനിൽ നിൽക്കുകയാണ്. ഓടി പപ്പയുടെ അടുത്തോട്ട് പോയി. അപ്പം ഇന്നത്തെ വിശേഷം ഇത്രയേ ഉള്ളൂ. ബായ്.